ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിൽ പാർട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഗൈസ് നമ്മുടെ സുപ്ര കാർ കാണാനില്ല. ആരോ ഒരാൾ മോഷ്ടിച്ചതാണ്. അത് ആരാണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിക്കാൻ നോക്കാം. ഇന്നലെ രാത്രി തൊട്ട് ഗൈസ് നമുക്ക് ആ ഒരു കാർ കാണാനേ ഇല്ല. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഓ ടോക്കറിങ് ആണ്. ഹലോ ആ പറഞ്ഞു. എന്ത് കാര്യം? ഓക്കെ നീ പെട്ടെന്ന് അയക്കി. ഗൈസ് അപ്പോൾ ടോക്കറിങ്ങിന് എന്താണ് ഒരു കാര്യം കിട്ടിയെന്നാണ് പറഞ്ഞത്. അവനിപ്പോൾ നമുക്ക് അയക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് അവൻ നമുക്ക് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ അവൻ നമുക്കൊരു വീഡിയോ ആണ് അയച്ചു തന്നെ. ഓ ഫോൺ റിങ് ചെയ്യുന്നല്ലോ. ഓ ബോസാ. ബോസേ എടാ ലാൻഡ്മാന്റെ വീട്ടിൽ ഒരു സുപ്ര കാർ വന്ന കാര്യം ഞാൻ അറിഞ്ഞു. അത് നീ പോയി മോഷ്ടിക്കണം. ഞാനോ? അതെ, ഇന്ന് രാത്രി 9 മണിയൊക്കെ ആകുമ്പോ അവനൊരു പാർട്ടിക്ക് പോകും. ആ ഒരു സമയം നോക്കി നീ അവന്റെ വീട്ടിൽ കയറി ആ ഒരു സുപ്ര കാർ മോഷ്ടിക്കണം. ഓക്കെ ഞാൻ മോഷ്ടിക്കാം. ആ ഒരു കാറ് നീ മോഷ്ടിച്ചിട്ട് നീ എയർപോർട്ടിന്റെ അവിടെ കൊണ്ട് ആ ഒരു കാർ പാർക്ക് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നീ അവിടുന്ന് പൊക്കോ. ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ ബോസേ. ഗൈസ് അപ്പോൾ ഒരാൾ ഈ ഒരു കാർ മോഷ്ടിക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ഇട്ട കാര്യമാണ് ഗൈസ് നമുക്ക് ടോക്കറിങ് അയച്ചു തന്നിരിക്കുന്നത്. അവൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചാണ് അവർ സംസാരിച്ചത്. എന്നിട്ട് അവർ പറഞ്ഞു കേട്ടോ ഗൈസ് എയർപോർട്ടിലിട്ടെന്ന്. ബട്ട് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ പോയായിരുന്നു. നമ്മൾ ടെൻഷനൊക്കെ ഒന്ന് മാറാൻ വേണ്ടി എയർപോർട്ടിൽ പോയില്ലേ. പക്ഷെ അവിടെ നമ്മളൊരു കാറും കണ്ടില്ല. അപ്പോൾ ഗൈസ് അപ്പോൾ അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നമ്മുടെ വീട്ടിൽ കയറി ആ മോഷ്ടിച്ച് അവനെ നമുക്ക് പിടിച്ചാൽ നമ്മുടെ കാറും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗൈസ് നമുക്ക് ടോക്കറിങ് അയച്ചു തന്ന ആ ഒരു രീതിയിൽ നമുക്ക് അവനെ പോയി തപ്പിയാലോ. ഗൈസ് ആ നമ്മുടെ കാർ മോഷ്ടിച്ചവനെ നമുക്ക് പോയി തപ്പാം. 2000 years later. ഗൈസ് നമ്മൾ ഒത്തിരി അന്വേഷിച്ച് ഗൈസ് അവൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗൈസ് ഈ ഒരു പോയിന്റിലും കണ്ടാണ് അവൻ്റെ ഒരു വീട്. ഗൈസ് ഈ ഒരു വളവ് വളയുമ്പോൾ അവൻ്റെ വീടാണ്. അപ്പോൾ ഗൈസ് അവനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഇവിടെ വെച്ച് തന്നെ ഇവന് വേറെ ആൾക്കാരൊക്കെ കാണും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറ്റ് വീടാണ്. എന്തായാലും ഗൈസ് അവനെ നമുക്ക് ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അകത്താരില്ലേ പുറത്തിറങ്ങടാ. അങ്ങോട്ട് ഒരു കാര്യം പറയാനുണ്ട്. പുറത്തിറങ്ങടാ. ആരാടാ? ഞാൻ ലാൻഡ്മാൻഡുവാ. നീ വാല് തുറക്ക്. ലാൻഡ്മാൻഡോ? നമ്മുടെ കാർ എടുത്തവനെ നമ്മൾ മേളിൽ ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അവൻ സത്യം പറഞ്ഞാൽ നമ്മൾ അവനെ തുറന്നു കൊടുത്തില്ല. എടാ ലാൻഡ്മാനെ, ഞാൻ സത്യം എന്താന്ന് പറയാം. നീ എന്നെ വെറുതെ വിട്. നീ ഫസ്റ്റ് പറ. എന്റെ ബോസ് മോഷ്ടിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നീ പാർട്ടിക്ക് പോയ സമയത്ത് ഞാൻ നിന്റെ വീട്ടിൽ വന്നായിരുന്നു. ഇതല്ലേ ആ ലാൻഡ്മാന്റെ സുപ്ര. ഇതിനി പോയി എടുത്തിട്ട് എയർപോർട്ടിൽ കൊണ്ടുവിടണം. സൂപ്പർ കാണാനില്ല. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു കാർ എയർപോർട്ടിൽ കൊണ്ടിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഗൈസ് അപ്പോൾ അവൻ പറഞ്ഞതുപോലെ ഗൈസ് അവൻ എയർപോർട്ടിൽ കൊണ്ട് കാർ എടുത്തു കഴിഞ്ഞ് അവൻ്റെ ബോസ് ആ ഒരു കാർ വന്ന് എടുത്തു. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അവൻ്റെ ബോസ് ആരായിരിക്കും?